അപ്പോൾ നമ്മുടെ തുമ്പൂർ മൊഴിയിലെ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനോഹരമായി ഈ ഒരു വ്യൂ പോയിന്റ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ പുഴയും പിന്നെ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ നമുക്ക് നല്ലൊരു വ്യൂ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ടായാലും ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് വീഡിയോ എടുക്കാനായാലും ഒക്കെ നിൽക്കാറുണ്ട് കേട്ടോ. നമുക്ക് നല്ലൊരു എന്താ പറയുക, പുഴേനെയും മലേനെയും ഒക്കെ നന്നായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് കാണുന്നതിനേക്കാൾ നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നും ഞാൻ ഇറങ്ങിയിട്ടോ, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അതിരപ്പള്ളിക്ക് പോവാണ്. അതിരപ്പള്ളിയിൽ ഒന്ന് വാട്ടർഫോൾസ് താഴത്തേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു വഴി കൂടെയാണ് കേട്ടോ വന്നത്. കാരണം അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു ബ്രിഡ്ജ് കണ്ടായിരുന്നു, റിവർ വ്യൂ ബ്രിഡ്ജ് എന്നാണ് തോന്നുന്നു അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെയും കൂടി ഒന്ന് കയറാമെന്ന് വെച്ച് ഈ വഴി കയറി വന്നു കേട്ടോ. പക്ഷേ ഇപ്പം നിറച്ച് മരങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൽ കയറി കഴിഞ്ഞാൽ റിവറിൻ്റെ വ്യൂ കിട്ടുന്നില്ല, അങ്ങനെ വലിയ കാര്യമായിട്ടൊരു വ്യൂ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് ഫോട്ടോ എടുക്കാനായാലും ഒക്കെ നല്ലൊരു സീനറി ഉണ്ട് ബാക്കിൽ നമുക്ക് കിട്ടുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോന്നു. 5 മണി വരെയാണ് കേട്ടോ ഇവിടെ പ്രവേശന സമയത്തിൻ്റെ ഒരു ടൈം വരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു ബസ് നമുക്ക് ജംഗിൾ സവാരിക്ക് വേണ്ടി പണ്ട് കുറച്ച് നാൾ മുൻപൊക്കെ യൂസ് ചെയ്തിരുന്ന ബസ്സാണ്. പക്ഷെ ഇപ്പോൾ ആ ഒരു ബസ് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. കാരണം അത് ആകെ പൂപ്പൽ പിടിച്ചൊക്കെ ആകെ ഇതായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ തുമ്പൂർ മൊഴിയിൽ പോയ വിശേഷം ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു 5:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും 5:30-6 മണിയോട് കൂടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അപ്പം എന്നാൽ ശരി, ബൈ.